ഒരാഴ്ചയും കൂടി അവൻ കാത്തിരുന്നെങ്കിൽ ഓൻ്റെ കവിതകൾ ഒരു പുസ്തകമാക്കിയിട്ട് അത് വായിച്ചിട്ട് അവന് മയ്യത്താവേൻ. അല്ല അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഓന് ശ്രമമില്ലാണ്ടായിപ്പോയി, ശ്രമ കിട്ടുകയോ. ഓൻ മയ്യത്തായതിന് ശേഷമോ ഓൻ്റെ 17 കവിതയും ഞാൻ ഇരിപ്പിൽ വായിച്ചു. എന്താ നിങ്ങൾ പറയണേ? ഓൻ്റെ ഭാവന എന്തെത്താൻ ചോദിച്ചിട്ട് ഞങ്ങൾ ഓൻ ജീവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഓൻ ONV കുറുമ്പോ ചെമ്മനും ചാക്കോ ആരെങ്കിലുമൊക്കെ ആയിത്തീരേനെ. ഭയങ്കര നഷ്ടമാണ് നമ്മുടെ നാടിന്. ഓൻ്റെ കവിതകളിൽ 17ാമത്തെ കവിത അത് നമ്മളെ വല്ലാണ്ട് അടങ്ങലാക്കി. കാരണം ആ കവിതൻ്റെ അകത്ത് ഓൻ മയ്യത്താവുന്ന ഓൻ നേരത്തെ നിശ്ചയിച്ചിക്കണം. നിങ്ങളാരും പറഞ്ഞിട്ടോ എനിക്കറിയില്ല ശീതള, പക്ഷെ കവിതൻ്റെ അകത്ത് ഉണ്ട്. അത് ഞാനും ഓനെ ഇപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാവുന്നു എൻ്റെ ഭാവനയിൽ ഒന്ന് കേട്ടോ കേട്ടോ രാഘവേട്ട. മരണമേ നീ എന്നെ വാരിപ്പുണരുവാൻ നീയൻ ചാരത്തു തന്നെ വേണം, അല്ലെങ്കിൽ ഞാനുമെൻ അല്ലെങ്കിൽ ഞാനുമെൻ ഭഗ്നമോഹങ്ങളും നിരാശതൻ നീർച്ചുഴി ഒഴുകി ഞാൻ അലിഞ്ഞു തീരും. ഒരു ലാ കൂടുതലാണ്. ഞാൻ അലിഞ്ഞു തീരും എന്നാത്മരോഷങ്ങളൊക്കെ ഊസരഭൂവിലെരിഞ്ഞു തീരാൻ മരണമേ നീ അടുത്തു വേണം. കവിത തുടങ്ങണത് എങ്ങനെയാ? അവസാനത്തേക്കൊന്നും നമുക്ക് വായിച്ചാലുണ്ടല്ലോ ഇടങ്ങറായിപ്പോ, നമ്മൾ ചങ്കടറിപ്പോവും. ഓനേ പോയിട്ടുള്ളൂ. ഓൻ്റെ ഓർമ്മകൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സത്യശീലൻ്റെ കവിതകളൊക്കെ ജീവിക്കും. അങ്ങ് ഉറപ്പാണ്. ബിസ്മില്ല പബ്ലിക്കേഴ്സേ ഓൻ്റെ ഒരു പുസ്തകം ഇറക്കും ഉറപ്പാണ്. അത്രയും എനിക്ക് പറയാൻ, വേറെ എനിക്ക് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്തേലും പറയും. ഇത് നല്ല കവിത. ബാക്കി രാഘവട്ടം പറയും ഏട്ടാ. സത്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സത്യന് മനസ്സിലാക്കിയില്ല. ചെറുപ്പം മുതലേ സത്യൻ എനിക്കറിയാം. നല്ല കൗഹീർതയുള്ള ഒരു മോനായിരുന്നു. പക്ഷേ ഓനെ ആരും അംഗീകരിച്ചില്ല. നമ്മുടെ ചുറ്റും സത്യൻ ഉണ്ടായപ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ല, സത്യൻ്റെ വെളിച്ചം. ഇപ്പോഴ് കുറേ പുകഴ്ത്തിയിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അവൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി. നമുക്ക് ഇത് പൊറുക്കാൻ കഴിയാത്ത ഒരു വേദനയായി അവശേഷിക്കും. അതേ എനിക്ക് പറയാൻ. നീ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സത്യശീലനെ കുറിച്ച് പറയാണ്ടെങ്കിൽ പറയട്ടോ. അല്ല കാര്യം പറഞ്ഞു നിങ്ങൾക്കൊക്കെ പറയാണ്ടാവും. നിങ്ങളൊക്കെ അവൻ്റെ കൂടെ ചങ്കായിട്ട് നടന്ന ആൾക്കാരല്ലേ. ഞങ്ങള് മൂന്നാള് വന്ന് കാണും സത്യൻ. സത്യയുടെ ആഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പറയും. പാവ നല്ല മനുഷ്യനാണ്. സത്യേട്ടന്റെ അനുസ്മരണ സമ്മേളനത്തിന് സത്യേട്ടന്റെ ആത്മാവിന് വേണ്ടി 2 വാക്ക് പറഞ്ഞിട്ടെങ്കിൽ എന്റെ ആത്മാവ് എന്നോട് ഒരിക്കലും ഓർക്കൂല. പറയൂന്നേ. സത്യേട്ടൻ നാടിന്റെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി തീരണം. എന്റെ സത്യേട്ടനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കാര്യം എന്തെങ്കിലും 2 വാക്ക് ഈ പറയും. സത്യേട്ടൻ കഴിയൂല, ആർക്കും കഴിയൂല. അത് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഈ അനുശോചന യോഗം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കാം. എല്ലാവർക്കും പിരിയാം. പോവാ അതുകൊണ്ടാ. ഞാനാ സത്യനാ.
എന്തൊക്കെ എന്തൊക്കെയായിരുന്നു? 500 പേർക്ക് സദ്യ, അനുസ്മരണ സമ്മേളനം, കാശ് എത്ര പൊടിഞ്ഞു എന്നറിയോ? അപ്പൊ ആ പേടിച്ച് ബോധം കെട്ട് വീണ സുമേഷ് മാമനെ ആശുപത്രി കൊണ്ടുപോയി ചെലവാ. അത് മാത്രോ അടിയന്തരം പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാരെ എത്ര രൂപ നമ്മളെ കൊണ്ട് ചെലവാക്കിച്ച്. അതെ, എൻ്റെ അടിയന്തരം നടത്താൻ ഞാൻ പറഞ്ഞോ നിങ്ങളോട്? അല്ല പറഞ്ഞോ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ കാര്യങ്ങൾ? ഏതോ ഒരുത്തൻ എൻ്റെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. ആ മോഷ്ടിച്ചുകൊണ്ട് പോയ അവനാണ് വണ്ടി ഇടിച്ച് മരിച്ചത്. അതിന് ഞാനാണ് മരിച്ചതെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടിയന്തരം നടത്തേണ്ട എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? സുധേട്ടാ, മറ്റേ സത്യശീലം തിരിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും അവിടത്തോളം പോയില്ലല്ലോ നമ്മള്. എന്തിന്? നോബൽ സമ്മാനം മേടിച്ചിട്ടൊന്നല്ലോ വന്നേക്കണ്. പോയ പോലെ തന്നെയല്ലേ? അവനൊന്നും പണിയെടുത്ത് തിന്നൂല. എന്നാ ശീതളിനെ പറ്റിച്ച് തിന്നാൻ വേണ്ടി വന്നേക്കണം. കവിയാണെന്ന് സ്വസ്ഥായിട്ട് നിന്നിട്ട് നമുക്ക് ഷെയർ ഇടാൻ പറ്റുമോ? അപ്പൊ വന്ന് ചോദിക്കില്ലേ 100 200 പറഞ്ഞിട്ട്? ഈ മെനകെട്ടവനൊക്കെ നാട്ടിലില്ലാഞ്ഞപ്പോ ഒരു തലക്ക് വിളിവുണ്ടായി. അവന്റെ ഒരു കവിത ഇവനെ ഒന്നും തല്ലിക്കൊന്നാ ചാവൂലെന്നേ. അവന്റെ കവിത വല്ല കേട്ടിട്ടുണ്ടോ നീ? ആയിരിക്കും നേരം ഇതിനൊക്കെ. എടാ, തടി ഇളകാണ്ടിരിക്കാൻ വേണ്ടി ആ വീടിന്റെ അകത്ത് കുറെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. 10 പൈസ ഉപകാരമില്ല. എന്നിട്ട് നാട്ടുകാരെ കണ്ട കാര്യം ശരിക്കും ഭൂമിക്ക് വാ. ഇവിടെ തൂങ്ങാമെന്നാണ് മൈൻഡ് ചെയ്ത്. അമ്മമാര് സാധനത്തിൽ നിന്ന് മൈൻഡ് ചെയ്തടാ. ഇല്ല, ഭവ്യത നോക്കിയ മുണ്ട് പൊക്കി പിടിച്ചേക്കണ്. അല്ല അതിപ്പോൾ പറഞ്ഞ് അതാ നിങ്ങൾ 3ാമത്തെ എഡീഷൻ നല്ല പോക്കാ പോണേ ഇപ്പോൾ. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം. ഇങ്ങനത്തെ പുസ്തകങ്ങളാണ് എഴുതേണ്ടത്. ആൾക്കാർക്ക് കുറച്ച് കുളിരൊക്കെ വേണപ്പാ. അപ്പം നിങ്ങൾ ഇനി എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് കുളിരും കുറച്ച് മസാലയൊക്കെ ഉണ്ടായിക്കോട്ടെ. ആന്ന് വെച്ചോ സത്യ. ആ ഇതെന്താ ഈ വന്ന വിവരമൊക്കെ അറിഞ്ഞ് പോവുക നീ? പോവുകയാണോ എന്ന് ചോദിച്ചാലേ, ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. ആ പക്ഷെ എവിടേക്ക് പോകണം എന്നുള്ള കാര്യം ഒരു തീരുമാനമായിട്ടില്ല. അതിൻ്റെ അല്ല, ഞാൻ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാരും വീട്ടുകാരും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ എൻ്റെ കവിത പ്രസിദ്ധീകരിക്കാൻ പോവുകയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു.